ഡിയർ മക്കളെ, വെൽക്കം ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അറിയാലോ, അർജുൻ സാറാണേ. മക്കളെ, നമ്മുടെ സമൂഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ നല്ലവനാക്കാനും പറ്റും, ഒരാളെ കള്ളനാക്കാനും പറ്റും, ഒരാളെ ഭ്രാന്തൻ വരെ ആക്കാൻ പറ്റും. ആ ഒരു മെസ്സേജ് പറഞ്ഞു വെച്ച നല്ല ഗംഭീരമായ ഒരു കഥയായിരുന്നു എ പീസ് ഓഫ് സ്ട്രിങ്. ഒരു കഷ്ണം കയറ്. ഗായ് ജി മോപ്പസന്ത് എഴുതിയിട്ടുള്ള ഒരു കഷ്ണം കയറ്. ആ ഒരു കഷ്ണം കയറ് കൊണ്ട് ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാതായ ഒരു കഥയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. റെഡി? ഈ ഒരു കഥ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയാലോ വളരെ പെട്ടെന്ന്. ഒരുപക്ഷെ സ്കൂളിലൊക്കെ ഇതെടുക്കുന്ന സമയത്ത് നിങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെയോ കായിക മേളയുടെ ഒക്കെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കഥയുടെ സത്ത്, ക്രക്സ്, അതിൻ്റെ എസൻസ് മൊത്തം ഈ ഒരൊറ്റ ക്ലാസ്സോടുകൂടി ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും കൂടി ആയിരിക്കും അല്ലേ? നമുക്ക് കഥ അറിഞ്ഞാൽ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡിസ്കോഴ്സസിലൊക്കെ ഉള്ളത്. സോ ചില മിടുക്കന്മാരുണ്ട്, അവർക്ക് കഥ മൊത്തം കുത്തിയിരുന്ന് വായിച്ച് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കണമെന്നില്ല. അവർക്ക് ആ കഥ കിട്ടിക്കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ഉത്തരം എഴുതും. അങ്ങനെയുള്ള ഒരു മിടുക്കനോ മിടുക്കിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് മുഴുവൻ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഓൾറൈറ്റ്, നമുക്ക് നേരെ എ പീസ് ഓഫ് സ്ട്രിങ്ങിലേക്ക് പോകാം. എ പീസ് ഓഫ് സ്ട്രിങ് റിട്ടൺ ബൈ ഗായ് ജി മോപ്പസന്ത്. എന്നിട്ട് കഥ എന്താ പറയുന്നത്? ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ എ ടൗൺ ഓഫ് ഗോഡർവിൽ. ഗോഡർവിൽ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണിത്. കഥ നടക്കുന്നത് എവിടെയാണ്? ഗോഡർവിൽ. ഞാൻ ഇവിടെ കഥാപ്രസംഗം പറയുന്ന പോലെ പറയണോ? കേട്ട് നോക്കൂ, അവിടെ കഥ നടക്കുന്നത് ഗോഡർവില്ലിലാണ്. വെർ പെസൻസ്, കർഷകർ, ആൻഡ് ദെയർ വൈഫ്സ്, ഭാര്യമാരെല്ലാവരും അറൈവ് ഓൺ മാർക്കറ്റ് ടു ബൈ ആൻഡ് സെൽ ഗുഡ്സ്. അപ്പം കുറേ കർഷകരും അവരുടെ ഭാര്യമാരും എല്ലാവരും കൂടെ മാർക്കറ്റിലേക്ക്, ചന്തയിലേക്ക് വരികയാണ്. എന്തിനാ? ദേ ടു ബൈ ദ സെൽ ആൻഡ് ഗുഡ്സ്. കുറേ സാധനങ്ങൾ വാങ്ങാനും കുറേ സാധനങ്ങൾ വിൽക്കാനും വേണ്ടി കുറേ ആളുകൾ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വിഷ്വൽ മനസ്സിലായല്ലോ. കഥ നടക്കുന്നത് ഗോഡർവിലെ ഒരു മാർക്കറ്റിലാണ്. എമംഗ് ദം, അവർക്കിടയിൽ എ ത്രിഫ്റ്റി പെസന്റ് നെയിംഡ് ഹോച്ചിക്കോം. വളരെ ദരിദ്രനായിട്ടുള്ള ഒരു ശോഷിച്ച മനുഷ്യനുണ്ട്. അയാളുടെ പേരാണ് ഹോച്ചിക്കോം. ഓൺ ഹിസ് വേ ടു ദ മാർക്കറ്റ്, നമ്മുടെ നായകനായ ഹോച്ചിക്കോം ആ മാർക്കറ്റിലേക്ക് വരുന്ന വഴിക്ക് ഹി നോട്ടീസസ് എ സ്മോൾ പീസ് ഓഫ് സ്ട്രിങ് ലൈങ് ഓൺ ദ റോഡ്. റോട്ടിലായിട്ട് ഒരു കഷ്ണം ചെറിയൊരു കയറ്, ആർക്കും ആവശ്യമില്ലാത്ത ഒരു നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു കയർ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ബീങ് എ മാൻ ഹു ബിലീവ്സ്, ഒരാൾ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ദാറ്റ് എവറിത്തിങ് യൂസ്ഫുൾ ഷുഡ് ബി പിക്ഡ്. ഉപകാരമുള്ള ഒരു സാധനമാണെങ്കിൽ അതെടുക്കാം, അതെടുത്തിരിക്കണം. എന്നാൽ ആ ഒരു കഷ്ണം കയർ എന്നുള്ളത് ഒരു ഉപകാരം തരുന്ന കാര്യമാണെങ്കിൽ അതെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഹി ബെൻസ് ഡൗൺ ടു ടേക്ക് ഇറ്റ്. എന്നിട്ട് അയാൾ കുനിഞ്ഞു നിന്ന് നിലത്ത് നിന്നും ആ കയറെടുത്തു. ബെൻഡ് ഡൗൺ എന്ന് വെച്ചാൽ മുന്നോട്ട് ആഞ്ഞ് നിലത്തേക്ക് കുനിഞ്ഞു നിന്ന് ആ കയറെടുത്തു. അറ്റ് ദാറ്റ് എക്സാക്ട് മൊമെന്റ്, ആ കറക്റ്റ് സമയത്ത് ഹി സീസ് ഹിസ് എനിമി. അപ്പോൾ മനുഷ്യനാണ്, അയാൾക്കൊരു ശത്രു ഉണ്ടാവും, മിത്രം ഉണ്ടാവും. പക്ഷേ ഇത്തവണ അയാൾ കാണുന്നത് എന്താണ്? ഹി ബെൻസ് ഡൗൺ ടു ടേക്ക് അറ്റ് ദാറ്റ് എക്സാക്ട് മൊമെന്റ് ഹി സീ ഹിസ് എനിമി. അയാളുടെ ശത്രുവായിട്ടുള്ള മെലൻറ്റൈൻ, കഥയിലെ വില്ലനാണ്, മെലൻറ്റൈനെ കാണുന്നു. ദ ഹാർനസ് മേക്കർ, ഈ കുതിരയുടെയൊക്കെ സാധനങ്ങൾ കുതിരക്കോപ്പുകളൊക്കെ ഉണ്ടാക്കുന്നയാളാണ് ഹാർനസ് മേക്കർ എന്ന് വിളിക്കുന്നത്. സോ അയാൾ ആരാണ്? നമ്മുടെ മെലൻറ്റൈൻ ആണ്. വാച്ചിങ് ഹിം. അപ്പം മെലൻറ്റൈൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇയാൾ നിലത്ത് നിന്ന് എന്താണ് എടുക്കുന്നത്. ഫീലിംഗ് അഷെയിംഡ് ടു ബി സീൻ. അങ്ങനെ അയാൾ കണ്ടുപോയല്ലോ, ഇയാളിങ്ങനെ നിലത്ത് കിടന്നൊരു സാധനം എടുക്കുന്നത് മെലൻറ്റൈൻ കണ്ടുപോയല്ലോ. അത് ഇയാൾക്ക് വളരെ നാണക്കേടുണ്ടാക്കി. ഫീലിംഗ് അഷെയിംഡ്, കുറവാക്കി, നാണം കെടുത്തി. ടു ബി സീൻ പിക്കിംഗ് അപ്പ് സംതിങ് സോ സ്മോൾ. അതും എങ്ങനെയാ? ഒരു ചെറിയൊരു സാധനമാണ് എടുക്കുന്നത്. ഹോച്ചിക്കോം ക്വിക്ലി ഹൈഡ്സ് ദ സ്ട്രിങ് ഇൻ ഹിസ് പോക്കറ്റ്. അപ്പോൾ ഹോച്ചിക്കോം പെട്ടെന്ന് തന്നെ ആ സ്ട്രിങ് എടുത്തിട്ട് അയാളുടെ പോക്കറ്റിൽ തിരികെ. എന്നിട്ടോ ആൻഡ് പ്രിറ്റൻസ് ടു സെർച്ച് ഫോർ സംതിങ് എൽസ്. എന്നിട്ട് അയ്യോ എന്തോ ഒന്ന് കാണാതായല്ലോ എന്ന് പറയുന്ന രീതിയിൽ, പ്രിറ്റൻസ് എന്ന് വെച്ചാൽ അഭിനയിക്കുക, എന്തോ ഒന്ന് കാണാതായിപ്പോയി അത് തപ്പുന്ന രീതിയിൽ അയാൾ എന്ത് ചെയ്യാണ്? വീണ്ടും നിലത്തൊക്കെ ഒന്ന് പരതി. ഓൾറെഡി ഇയാൾക്ക് കിട്ടേണ്ട സാധനം ഒരു കഷ്ണം കയറാണ്, വെറും ഒരു ചെറിയ കഷ്ണം കയറ്. അതെടുത്ത് പോക്കറ്റിലിട്ടുന്നത് കൂട്ടുകാരൻ മെലൻറ്റൈൻ കണ്ടു. കൂട്ടുകാരനല്ല കേട്ടോ, ശത്രു മെലൻറ്റൈൻ കണ്ടു. മെലൻറ്റൈൻ്റെ ജോലി ഈ കുതിരക്കോപ്പൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇത് തീർത്തും ചെറിയൊരു സാധനം എടുക്കുന്നത് കണ്ട സമയത്ത് ഇയാൾക്ക് ഭയങ്കര നാണക്കേട് തോന്നി. അയാൾ വേഗം പോക്കറ്റിലിട്ടിട്ട് മറ്റെന്തോ തപ്പുന്ന പോലെ, അന്വേഷിക്കുന്ന പോലെ, പരതുന്ന പോലെ അവിടെ കിടന്ന് അഭിനയിച്ച് ഫലിപ്പിച്ചു. ഓക്കെ, ലേറ്റർ, അതിനുശേഷം ഇൻ ദ ടാവൺ എന്ന് വെച്ചാൽ സത്രം എന്നാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കും, വെള്ളമൊക്കെ കുടിക്കുന്ന സ്ഥലമാണ് ടാവൺ എന്ന് വിളിക്കുന്നത്. ആ ടാവണിൽ ഇരിക്കുന്ന സമയത്ത് എ പബ്ലിക് ക്രയർ,
പബ്ലിക് ക്രയർ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ വിളംബരങ്ങളൊക്കെ വന്നിട്ട് ഒരു ചന്തയിലോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലോ ഒക്കെ വന്ന് ആ വിളംബരം ഉറക്കെ വായിക്കുന്നയാളാണ് പബ്ലിക് ക്രയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ വരിക ചെണ്ടയൊക്കെ കൂട്ടിയിട്ട് ഡും 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 എന്ന് കൊട്ടുമ്പം ആളുകൾക്കൊക്കെ മനസ്സിലാവും എന്തോ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളംബരം നടത്താൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്, അതൊന്ന് കേൾക്കണമെന്ന് വെച്ചിട്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ പബ്ലിക് ക്രയർ വന്നു, അയാൾ ഇങ്ങനെ ചെണ്ടയൊക്കെ കൊട്ടി നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അനൗൺസസ് ദാറ്റ് എ ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക്, ഒരു കറുത്ത നിറത്തിലുള്ള പോക്കറ്റ് ബുക്ക്, അതും ഇങ്ങനെ ലെതറിൻ്റെ ഒരു പോക്കറ്റ് ബുക്ക്, ഒരു പേഴ്സ് കണ്ടെയ്നിങ് 500 francs. അപ്പോൾ അവിടുത്തെ കറൻസിയാണ് 500 francs. നമ്മൾ ഇന്ത്യക്കാരല്ല, അപ്പോൾ നമുക്ക് 500 രൂപ എന്ന് പരിഗണിക്കാം. സോ 500 francs ഹാസ് ബീൻ ലോസ്റ്റ്. 500 francs അടങ്ങിയ ഒരു കറുത്ത നിറത്തിലുള്ള ലെതർ പോക്കറ്റ് ബുക്ക്, ഒരു പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് എ റിവാർഡ് വിൽ ബി ഗിവൺ ടു ദ ഫൈൻഡർ. ഇത് കണ്ടെത്തുന്ന ആൾക്ക് ഇനാമായിട്ട് എത്ര കൊടുക്കും? കുറച്ച് പൈസ കൊടുക്കും, ഒരു റിവാർഡ്, പാരിതോഷികം നൽകുമെന്നും പ്രഖ്യാപിച്ചു. അപ്പോഴോ സൂൺ ആഫ്റ്റർ, ഇത് കഴിഞ്ഞ സമയത്ത് ദ ചീഫ് ഓഫ് ദ ജോൺ ഡാംസ് എന്ന് വെച്ചാൽ ഒരു ഫ്രഞ്ച് പോലീസുകാരനെ വിളിക്കുന്നതാണ് ജോൺ ഡാംസ്. അവർ വന്നു. എന്നിട്ടോ ചീഫ് ഓഫ് ദ ജോൺ ഡാംസ്, ഇവരുടെ ഉയർന്ന ഒരു ഓഫീസർ വന്നു. അറൈവ്സ് ആൻഡ് കോൾസ് ഹോ ചിക്കോം ടു ദ മേയർസ് ഓഫീസ്. അപ്പം ഈ കഥ നടക്കുന്ന ഒരു ടാവൺ, സത്രത്തിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇയാൾ സത്രത്തിലിരിക്കുന്ന സമയത്ത്, ഹോച്ചിക്കോം സത്രത്തിലിരിക്കുന്ന സമയത്ത് ഒരു ഫ്രഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് നമ്മുടെ ഹോച്ചിക്കോമിനെ വിളിച്ചു. എന്നിട്ട് മേയറിൻ്റെ ഓഫീസിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം നഗരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മേയറിൻ്റെ ഒരു ഓഫീസുണ്ട്, അങ്ങോട്ട് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ഹോച്ചിക്കോമിനെ. ദ മേയർ അക്യൂസസ് ഹിം ഓഫ് പിക്കിംഗ് അപ്പ് ദ മിസ്സിംഗ് പോക്കറ്റ്. അപ്പം മേയർ നേരെ ഇയാൾ ആക്ഷേപിക്കുകയാണ്, ഇയാൾക്കെതിരെ ഒരു പരാതി പറയുകയാണ്, താൻ ആ ഒരു നഷ്ടപ്പെട്ട പോക്കറ്റ് ബുക്ക് എടുത്തിട്ടുണ്ട് എന്ന കാര്യം. ഓക്കെ, ഈ മേയറുടെ ഓഫീസിലേക്ക് ഹോച്ചിക്കോമിനെ കൂട്ടിക്കൊണ്ടുപോയപ്പം മേയർ പറയാണ്, താനല്ലടോ ആ കറുത്ത പോക്കറ്റ് ബുക്ക് എടുത്തത്. ബിക്കോസ് മെലൻഡൈൻ ഹാസ് റിപ്പോർട്ടഡ്, മെലൻഡൈൻ പറഞ്ഞിട്ടുണ്ട്, സീയിങ് ഹിം ബെൻഡ് ഡൗൺ ആൻഡ് പീക്കിംഗ് സംതിങ് ഫ്രം ദ ഗ്രൗണ്ട്. മെലൻഡൈൻ കണ്ടിട്ടുണ്ട് താൻ കുനിഞ്ഞു നിന്ന് നിലത്ത് നിന്ന് എന്തോ എടുക്കുന്നതെന്ന്. ഹോച്ചിക്കോം എന്തോന്ന് എടുത്തല്ലോ, കയറല്ലേ എടുത്തത്. അത് മെലൻഡൈന് മനസ്സിലായില്ല. മെലൻഡൈൻ വിചാരിച്ചതോ അല്ലെങ്കിൽ മെലൻഡൈൻ ഇനി പണി കൊടുത്തതാണോ എന്നറിയില്ല. ഒരു പോക്കറ്റ് ബുക്ക്, പോക്കറ്റ് ബുക്ക് എന്ന് പറയുന്നില്ല, എന്തോ ഒന്ന് താൻ നിലത്ത് കടന്നത് എടുക്കുന്നത് ഞാൻ മെലൻഡൈൻ കണ്ടിട്ടുണ്ട് എന്ന് മേയർ പറയാണ് താനാണ് അത് എടുത്തത് എന്ന്. എന്നിട്ട് ഇയാളെ ആക്ഷേപിക്കുകയാണ്, ഇയാൾക്കെതിരെ പരാതി പറയാണ്. ഹോച്ചിക്കോം ട്രൈസ് ഹിസ് ബെസ്റ്റ് ടു പ്രൂവ് ഹിസ് ഇന്നസെൻസ്. പക്ഷേ ഹോച്ചിക്കോം അത് വിട്ടുകൊടുത്തില്ല. ഹോച്ചിക്കോമിന് അറിയാം ഹോച്ചിക്കോം സത്യസന്ധനാണ്, അങ്ങനെ മോഷണമൊന്നും നടത്തിയിട്ടില്ല അത്. സോ ഹി ട്രൈസ് ഹിസ് ബെസ്റ്റ്, അയാളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മികച്ചത് തന്നെ പ്രവർത്തിക്കുന്നു ടു പ്രൂവ് ഹിസ് ഇന്നസെൻസ്, അയാളുടെ നിഷ്കളങ്കത്വം അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, തെറ്റുകാരനല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യാണ്, കുറേയധികം കഷ്ടപ്പെട്ടു. ഹി ഈവൻ ഷോസ് ദ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ് ഹി ഹാഡ് പിക്ഡ് അപ്പ്. എന്നിട്ട് പറഞ്ഞു, ഞാനൊന്നും എടുത്തിട്ടില്ല, ഞാനൊരു കഷ്ണം കയറാണ് എടുത്തത്, ഇതാ ഈ കഷ്ണം കയറ്. എന്നിട്ട് എന്താണ്, ഹി ഈവൻ ഷോസ്, കാണിച്ചു കൊടുത്തു, ദ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്, ആ ചെറിയൊരു കഷ്ണം കയറ് ഹി ഹാഡ് പിക്ഡ് അപ്പ്, അയാൾ എടുത്തത്. ബട്ട് ദ മേയർ റെഫ്യൂസസ് ടു ബിലീവ് ഹിം. പക്ഷേ മേയർ അയാളെ വിശ്വസിച്ചില്ല, അയാളെ അവിശ്വസിച്ചു. താൻ നുണ പറയാണ് എന്ന് കണ്ടുകൊണ്ട്, അതായത് അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. ഹി സെർച്ച്, അപ്പോൾ അയാളുടെ ദേഹം മുഴുവൻ പരിശോധന നടത്തി. ബട്ട് നോ പോക്കറ്റ് ബുക്ക് ഇസ് ഫൗണ്ട്. ഒരു പോക്കറ്റ് ബുക്കും കണ്ടെത്താൻ പറ്റിയില്ല. സൂക്ഷ്മമായിട്ട് അയാളെ ദേഹപരിശോധന നടത്തിയ സമയത്ത് ഒരു പോക്കറ്റ് ബുക്കും കിട്ടിയില്ല. സ്റ്റിൽ നോബഡി ട്രസ്റ്റ് ഹിം. പക്ഷേ ഇപ്പോഴും ആളുകളൊന്നും അയാളെ വിശ്വസിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിലെ ആളുകളുണ്ടല്ലോ, അവരൊന്നും തന്നെ നമ്മുടെ ഹോച്ചിക്കോമിനെ വിശ്വസിക്കുന്നില്ല. ഹോച്ചിക്കോം കട്ടു മോഷ്ടിച്ചു, കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു എന്ന് പറയുന്ന പോലെ മോഷ്ടിക്കുന്ന കണ്ടു എന്ന് ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞു. വെൻ ഹോച്ചിക്കോം ലീവ്സ് ദ ഓഫീസ്, ഹോച്ചിക്കോം ആ ഓഫീസ് വിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ദ വില്ലേജേഴ്സ് മോക്ക് ഹിം, ആ നാട്ടിലെ ഗ്രാമവാസികളെല്ലാവരും ഇയാളെ നോക്കി പരിഹസിച്ചു. മോക്ക് ഹിം എന്ന് വെച്ചാൽ കളിയാക്കി എന്നാണ്. കോളിംഗ് ഹിം എ ലയർ, കള്ള, നുണയ എന്നൊക്കെ വിളിച്ച് ആ നാട്ടിലെ ഗ്രാമവാസികൾ ഇയാളെ പരിഹസിച്ചു. ഹി ട്രൈസ് ഡെസ്പറേറ്റ്ലി ടു എക്സ്പ്ലെയിൻ. പക്ഷേ അയാൾ വളരെ നിരാശയോടുകൂടി ഒരുപാട് പറയാൻ ശ്രമിച്ചു. ബട്ട് നോ വൺ ബിലീവ്സ് ഹിസ് സ്റ്റോറി. പക്ഷേ ആരും തന്നെ ഇയാളുടെ കഥ വിശ്വസിച്ചില്ല. എല്ലാവരുടെയും മനസ്സിൽ ഹോച്ചിക്കോം ഒരു മോഷ്ടാവ് തന്നെയാണ്. ഹോച്ചിക്കോം പറഞ്ഞു, ഞാൻ കട്ടിട്ടില്ല, ഞാൻ കയറ് മാത്രമാണ് എടുത്തതെന്ന് പറഞ്ഞപ്പോഴും ആളുകളൊന്നും തന്നെ വിശ്വസിച്ചില്ല. ഹോച്ചിക്കോമിനെ വിശ്വസിച്ചതേ ഇല്ല. ഓൾറൈറ്റ്. എന്നിട്ട് ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, the lost pocket book is returned by another man who had genuinely found it. നഷ്ടപ്പെട്ട പോക്കറ്റ് ബുക്ക്
നമ്മൾ പറഞ്ഞു ഒരു പോക്കറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ പോക്കറ്റ് ബുക്ക് ഒരാൾക്ക് കിട്ടിയിട്ട് അയാൾ തിരിച്ചു കൊടുത്തു. ബൈ അനദർ മാൻ ഹു ഹാഡ് ജെനുവിൻലി ഫൗണ്ട് ഇറ്റ്. അയാൾക്ക് ശരിക്കും കളഞ്ഞു കിട്ടിയതാ, ആരും കൊണ്ടു കൊടുത്തതെന്നല്ല. നഷ്ടപ്പെട്ട ഒരു പേഴ്സ് ഇയാൾക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ അയാൾ സത്യസന്ധമായിട്ട് ആ കിട്ടിയ പേഴ്സ് കൊണ്ടുപോയിട്ട് കൊടുത്തു. ഹോ ചി കോം ഓവർ ജോയ്ഡ്. ഹോ ചി കോമിന് ഭയങ്കര സന്തോഷമായി അല്ലേ. ഹോ ചി കോം നിഷ്കളങ്കനാണെന്ന് തെളിഞ്ഞു. അപ്പം ഹോ ചി കോം ഇസ് ഓവർ ജോയ്ഡ്, വളരെയധികം സന്തോഷിച്ചു. ഹി പ്രൗഡ്ലി നറേറ്റ്സ്, വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു സ്റ്റോറി ടു എവ്രി വൺ, ഇയാളുടെ കഥ എല്ലാവരോടും. കണ്ടോ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പേഴ്സ് തിരികെ കിട്ടി, ഞാനല്ല എടുത്തത്, മറ്റൊരാൾക്ക് അത് കൊണ്ടുകൊടുത്തു എന്നെല്ലാം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു. ഹോപ്പിംഗ് ടു റീസ്റ്റോർ ഹിസ് റെപ്യൂട്ടേഷൻ, അയാളുടെ അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി, റീസ്റ്റോർ ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് വീണ്ടെടുക്കാൻ വേണ്ടി അയാൾ വീണ്ടും ഒരുപാട് ആൾക്കാരോട് വളരെ പ്രതീക്ഷയോടുകൂടി സംസാരിച്ചു. ബട്ട് ദ പീപ്പിൾ കണ്ടിന്യൂ ടു ഡൗട്ട് ഹിം. പക്ഷേ ആളുകളൊന്നും തന്നെ ഇയാളെ വിശ്വസിച്ചില്ല, വീണ്ടും ഇയാളെ സംശയിക്കാൻ തുടങ്ങി. അപ്പം ഇയാൾ ഇങ്ങനെ നിരന്തരം ആൾക്കാരോട് പറഞ്ഞു ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന്. പക്ഷേ ബട്ട് ദ പീപ്പിൾ കണ്ടിന്യൂ ടു ഡൗട്ട് ഹിം. ഇയാളെ സംശയത്തോടു കൂടി തന്നെയാണ് പിന്നെയും ആളുകൾ നോക്കിയത്. ദ തിങ്ക് ഹി കൺവിൻസ് സംവൺ ടു റിട്ടേൺ ദ പേഴ്സ് ഇൻ ഓർഡർ ടു അപ്പിയർ ഇന്നസെൻസ്. ഇവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹി കൺവിൻസ് സംവൺ, വേറെ ആരെയോ സ്വാധീനിച്ചു, ടു റിട്ടേൺ ദ പേഴ്സ്, ഈ പേഴ്സ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി, ഇൻ ഓർഡർ ടു അപ്പിയർ ഇന്നസെൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നിഷ്കളങ്കനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഈ പേഴ്സ് എടുത്ത് മറ്റൊരാളെ ഏൽപ്പിച്ചു. എന്നിട്ട് അയാളാണ് കൊണ്ടുകൊടുത്തത്. ആ കൊണ്ടുകൊടുത്ത ആൾ ഇയാളുടെ ഒരു കൂട്ടുകാരനോ ബിനാമിയോ വല്ലതും ആണ് എന്നാണ് ജനങ്ങൾ പറഞ്ഞു പരത്തിയത്. നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്കൊന്നും അറിയില്ലെങ്കിലും ആളുകളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറയാൻ ഭയങ്കര മിടുക്കന്മാരെ. എവിടെ നിന്നറിയില്ല, നമ്മൾ അതിനുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ കണ്ടെത്തും. എന്നിട്ട് ഒരാളെ വീഴ്ത്തണമെന്ന് വിചാരിച്ചാൽ നുണ പറഞ്ഞാണെങ്കിലും കളവ് പറഞ്ഞാണെങ്കിലും ഇനി എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും അയാളെ വീഴ്ത്താനുള്ളൊരു സ്വഭാവം, ആ ഒരു കരുത്ത് നമ്മുടെ സമൂഹത്തിനുണ്ട്. മോശമായൊരു സ്വഭാവമാണ്. ഈവൻ ദ പോക്കറ്റ് ബുക്ക് ഇസ് ഫൗണ്ട്, ആ പോക്കറ്റ് ബുക്ക് കിട്ടി. എന്നിരുന്നാലും ദ വില്ലേജേഴ്സ് കണ്ടിന്യൂ ടു ട്രീറ്റ് ഹിം ആസ് എ ഡിസ്ഹോണസ്റ്റ് മാൻ. ആളുകളെല്ലാം, ആ ഗ്രാമവാസികളെല്ലാവരും തന്നെ ഇയാളൊരു അവിശ്വസിക്കുന്ന ആളായിട്ട് തന്നെ, ഡിസ്ഹോണസ്റ്റ്, സത്യസന്ധനല്ലാത്ത ഒരാളായിട്ട് തന്നെയാണ് പിന്നീട് മുഴുവൻ പരിഗണിച്ചത്. അതുപോലെ തന്നെയാണ് അയാളെ ട്രീറ്റ് ചെയ്തത്, അയാളോട് പെരുമാറിയതും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, അയാൾ ഒരു മോഷണവും നടത്തിയിട്ടില്ല. പക്ഷേ സമൂഹം ഏത് രീതിയിൽ ചിന്തിക്കുന്നോ അത് അതേപോലെ നടക്കുള്ളൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് ഇയാളെ കള്ളനാക്കി മാറ്റുന്നു. എന്നിട്ടോ ദ കോൺസ്റ്റന്റ് സസ്പീഷൻ, നിരന്തരമായിട്ടുള്ള ഈ ഒരു സംശയം ആവൽ, ഡീപ്ലി ഹേർട്സ് ഹോ ചി കോം, വളരെ ആഴത്തിൽ തന്നെ നമ്മുടെ ഹോ ചി കോമിനെ വേദനിപ്പിച്ചു. എവ്രിവേർ ഹി ഗോസ്, അയാൾ പോകുന്ന എല്ലായിടത്തും പീപ്പിൾ ലാഫ്, ആളുകൾ മുഴുവൻ ചിരിച്ചു അറ്റ് ഹിം, അയാളെ നോക്കി, ആൻഡ് ടീസ് ഹിം അബൌട്ട് ദ പീസ് ഓഫ് സ്ട്രിങ്, ആ ഒരു കഷ്ണം കയറിൻ്റെ കാര്യം പറഞ്ഞ് ഇയാളെ വീണ്ടും വീണ്ടും കളിയാക്കാൻ തുടങ്ങി. ഇതേ ഹോ ചി കോം ഉണ്ട്, കയറ് കട്ടൻ എന്നല്ലേ പറഞ്ഞു, അല്ലെങ്കിൽ പേഴ്സ് കട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ പേഴ്സ് കട്ടിട്ട് കയറ് കട്ടവൻ എന്ന് പറയുന്നവനാണേ ഹോ ചി കോം എന്നിങ്ങനെ ആളുകൾ വീണ്ടും വീണ്ടും ഇയാളെ ഇങ്ങനെ കളിയാക്കി. ഡിറ്റർമൈൻഡ് ടു ക്ലിയർ ഹിസ് നെയിം, അയാളുടെ പേര് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി, അതായത് ചീത്തപ്പേര് കേൾപ്പിച്ചല്ലോ അത് മാറ്റിയെടുക്കാൻ വേണ്ടി, ഹി കീപ്സ് റിപ്പീറ്റിംഗ് ദ സ്റ്റോറി അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും വീണ്ടും അയാൾ ഈ കഥ ഇങ്ങനെ റിപ്പീറ്റഡ്ലി എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാനൊരു കഷ്ണം കയറാണ് എടുത്തതെന്ന് റിപ്പീറ്റഡ്ലി എല്ലാവരോടും പറഞ്ഞു. ആഡിങ് മോർ എക്സ്പ്ലനേഷൻ ഈച്ച് ടൈം, ഓരോ സമയം ഇയാളിത് പറയുന്ന സമയത്തും കൂടുതൽ കൂടുതൽ എക്സ്പ്ലനേഷൻസ്. കാര്യം ഇയാൾ സത്യസന്ധനാണ്, അത് തെളിയിച്ചു കൊടുക്കാൻ ഇയാൾക്ക് എളുപ്പമാണ്. കൂടുതൽ കാര്യങ്ങൾ ഇയാൾ പറയുന്നതിനോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും തുടങ്ങി. ബട്ട് ദ മോർ ഹി ട്രൈസ് ടു പ്രൂവ് ഹിസ് ഇന്നസെൻസ്, അയാൾ എത്രത്തോളം ഇന്നസെൻ്റ് ആണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നുവോ, ദ മോർ പീപ്പിൾ തിങ്ക് ഹി ഈസ് ലൈങ്, കൂടുതൽ ആളുകളും വിശ്വസിച്ചത് ഇയാൾ നുണ പറയുകയാണെന്ന് തന്നെയാണ്. അതായത് ഇയാൾ എത്ര തവണ ഇന്നസെൻസ് തെളിയിക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും തന്നെ ആളുകൾ ഇയാൾ നുണ പറയുകയാണെന്ന് കരുതി. സ്ലോലി, പതുക്കെ ദ സ്ട്രെസ് ആൻഡ് ഷെയിം എഫക്റ്റ് ഹിസ് ഹെൽത്ത്, ഈ ഒരു ഉത്കണ്ഠ ആരും തന്നെ വിശ്വസിക്കുന്നില്ല, എല്ലാവരും തന്നെ കള്ളനായി കാണുന്നു. അത് ഒരു മാനസിക വിഷമം ഉണ്ടാക്കി. ആൻഡ് ഷെയിം, നാണക്കേട്, എഫക്റ്റ് ഹിസ് ഹെൽത്ത്, അയാളുടെ ആരോഗ്യത്തെ മോശമാക്കി. ബൈ ഡിസംബർ ആവുന്ന സമയത്ത്, ഏകദേശം ഈ ഒരു സമയമൊക്കെ ആവുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ, ഹോ ചി കോം ബിക്കം സീരിയസ്ലി ഇൽ, അയാൾക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അയാൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ തുടങ്ങി. സീരിയസ്ലി ഇൽ, കാര്യമായി തന്നെ ഗുരുതരാവസ്ഥയിലേക്ക് അയാൾ മാറി. ഹിസ് മൈൻഡ് ഗ്രോസ് വീക്ക്, അയാളുടെ മനസ്സ് കൂടുതൽ ക്ഷീണിക്കാൻ തുടങ്ങി. ആൻഡ് ഹി ഈസ് അൺഎബിൾ ടു ഫോർഗെറ്റ്, അയാൾക്ക് മറക്കാൻ പറ്റുന്നില്ല. ഹൗ ഹി ഹാസ് ബീൻ റോങ്ലി അക്യൂസ്ഡ്, എത്ര മോശമായിട്ടാണ് ആളുകൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്ന് അയാൾക്ക് കൂടുതൽ വിഷമമുണ്ടാക്കി. ഇൻ ഹിസ് ഫൈനൽ മൊമെന്റ്സ്, അയാളുടെ അവസാന നിമിഷങ്ങളിൽ, ഹി റിപ്പീറ്റഡ്ലി ക്രൈസ്, അയാൾ വീണ്ടും ആവർത്തിച്ച് ഉറക്കെ പറഞ്ഞു, എ പീസ് ഓഫ് സ്ട്രിങ്
ലുക്ക് ഹിയർ ഇറ്റ് ഈസ് യുവർ ഓണർ. ഒരു കഷ്ണം കയറ നോക്കൂ, അതിവിടെയുണ്ട് യുവർ ഓണർ, ബഹുമാനപ്പെട്ടവരെ എന്ന് അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഹി ഡൈസ് വിത്ത് ദ പെയിൻ ഓഫ് ബീങ് മിസ്അണ്ടർസ്റ്റുഡ്. അയാൾ തെറ്റിദ്ധാരണയുടെ ആ ഒരു വേദന സഹിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്തൊരു പാവ മനുഷ്യനെ സമൂഹം കള്ളനാക്കിയിട്ട് അയാളെ കാലാകാലം അവിശ്വസിച്ചു. അത് അയാളെ കൂടുതൽ രോഗാവസ്ഥയിലേക്ക് എത്തിച്ചു. അവസാനം ആ പാവപ്പെട്ട മനുഷ്യൻ വിങ്ങി സങ്കടപ്പെട്ട് മരിച്ചു. ഇങ്ങനെയുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പീസ് ഓഫ് സ്ട്രിങ്ങിൻ്റെ കഥ നല്ല ഗംഭീരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് സാറ് വിശ്വസിക്കുകയാണ്. കഥ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് വായിക്കുകയാണെങ്കിൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനൊക്കെ നമുക്ക് കിട്ടും. ഇതേ ക്ലാസ്സിൻ്റെ ലൈവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് മക്കൾക്ക് എല്ലാവർക്കും. സോ മക്കൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററൊക്കെ ഒന്നുകൂടെ വായിച്ച് നോക്കുക. ഇതിനകത്ത് ക്യാരക്ടർ സ്കെച്ച്, ഡയറി, ലെറ്റർ റൈറ്റിംഗ്, റിവ്യൂ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അതും കൂടെ നമ്മൾ തയ്യാറെടുക്കണം. ഓൾറൈറ്റ്, കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇപ്പം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.